കാശ്മീരി ഫുഡ്. അതേ സുഹൃത്തുക്കളെ, കാശ്മീരിൽ പോവാതെ ഇന്ന് നമ്മൾ കാശ്മീരി ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും എവളുടെ ഓരോ റീൽ ഇങ്ങോട്ട് വരും ഗൈസ്. കാശ്മീരി ഫുഡ് ഉണ്ട് കാർത്തി, അഫ്ഗാനി ഫുഡ് ഉണ്ട് കാർത്തി, കൊറിയാണ്ടർ ഫുഡ് ഉണ്ട് കാർത്തി, അല്ല കൊറിയൻ സനുബ്രോയുടെ നേരെ എന്റെ അടുത്ത് വരും. കാർത്തികേ എടാ ഇന്ന ഒരു ഫുഡ് ഉണ്ട് നമുക്ക് പോയാലാ. അപ്പൊ ഞാൻ പറയും പിന്നെന്താ സനുബ്രോ. എന്നിട്ട് എവിടെ വന്ന് വിളിക്കുമ്പോൾ പറയും എടാ ഞാനാണടാ അത് സനുബ്രോക്ക് പറഞ്ഞു കൊടുത്തതെന്ന്. അങ്ങനെ ഇന്ന് നമ്മുടെ സാരഥിയായി ശരണ്യ നമ്മളെ കാശ്മീരി ഫുഡ് തീറ്റിക്കാൻ കൊണ്ടുപോകണം സുഹൃത്തുക്കളെ. പുറകിൽ കണ്ണൻ ബ്രോയും അമ്മു അനന്തും ഉണ്ട്. അനന്തുവേ ഷൂട്ടൊന്നും ഇല്ലടാ. ഓ നിനക്ക് സ്വർഗം കിട്ടിയടക്കാ അല്ലേ. അമ്മുയെ നിന്റെ ബെസ്റ്റ് ഇല്ല ഇന്ന്. ഓഹോ നിന്റെ വണ്ടിക്ക് ഉണ്ടെന്ന് തോന്നാ സങ്കടം. എന്നെ ചീത്ത വിളിക്കണ്ടോന്നുണ്ടാവും. അയ്യോ എടി സത്യം പറയട്ടല്ല, നീ മറ്റേ കല്യാണം കഴിഞ്ഞിട്ട് മറ്റേ സംഭവം പറയുമായിരുന്നല്ലേ. അപ്പൊ ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ ചുമ്മാ, ഇതൊക്കെ ഇവളുടെ നമ്പർ എവനും പറയുമായിരുന്നു അല്ലേടാ അനന്തു. അതെ അതെ, അത് ഞാൻ തിരിച്ചെടുക്കുന്നു ആ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ വണ്ടി ഓട്ടരുത് നീ. നമുക്ക് തിരിച്ചെടുത്തിട്ട് നേരെ പോവാ സുഹൃത്തുക്കളെ എറണാകുളം നോർത്തിലേക്ക്. അവിടെയാണ് ഈ കട. സനുബ്രോയുടെ അടുത്ത് നേരെ അങ്ങോട്ട് വരാൻ പറയാം. ലെറ്റ്സ് ഗോ ഗൈസ്. കാശ്മീരി കബാബ് സെന്റർ എന്ന് പറഞ്ഞിട്ടാണ് ഗൂഗിളിൽ ലൊക്കേഷൻ കൊടുത്തേക്കണത്. അത് തപ്പി നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തി ഗൈസ്. ഇവിടെ ഈ ഇങ്ങനെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ലൂമിനാറ ഹോട്ടലിന്റെ ഒക്കെ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ കൂടെ നമ്മൾ കട തപ്പി നടക്കുകയാണ്. സനുബ്രോ ഇപ്പൊ എത്തൂലേടി, ഉടനെ എത്തുന്നതായിരിക്കും. ഹലോ നമസ്കാരം. ഞാൻ കബാബ് തിന്നാൻ വന്നത്. കബാബ് തിന്നൂടെ എനിക്ക്? അല്ല കഴിക്കാൻ വന്നത് ഫുഡ്. വീടൊക്കെ എത്ര വരെ? വീട് ഇനിയൊരു 6 മാസത്തെ പണിയും കൂടെ. നീ കല്യാണം കൂടെ കല്യാണം കഴിഞ്ഞോ? സോറി ആഹാ മറന്നുപോയി. ശരി നടക്കട്ടെ ഏട്ടാ, ഞാൻ കൂട്ടുകാരോട്. എനിക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി, ഞാൻ അവിടുന്ന് കണ്ടപ്പോ. പോയിട്ട് വരട്ടെ. ആയിക്കോട്ടെ, നിങ്ങള് കബാ കഴിച്ചോളൂ. താങ്ക് യു. ഇതൊക്കെ ആരാ? അതൊക്കെ കൂട്ടുകാര്. മീരാനന്ദല്ലോ? മീരാനന്ദ അല്ല. ഏതാണോ, നീലയാണോ ചോപ്പാണോ? ചോപ്പ്. ചോപ്പ് അല്ലല്ലോ, മീരാനന്ദ അല്ല. സത്യമല്ല, എന്റെ വീട്ടില് വർഷപ്പെടുത്തിക്കുന്ന കാരണം ആണോ? ആളെ ഷോപ്പുണ്ട്. എന്റെ പേര് മീരാനന്ദല്ല, പേരാ ശരി ശരി ഏട്ടാ. നീ അടുത്ത എപ്പിസോഡ് നാളെ ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട് ബമ്പർശ്ശേരിയില്. അപ്പൊ നിനക്ക് ഈ പിന്നെ തിരിച്ചിങ്ങനെ ഫുൾ ടൈം 12 hours അല്ലേ? മനസ്സിലായില്ല. അല്ല ഗ്യാപ്പ് കിട്ടും? ഉണ്ട്. അല്ല മൊത്തം ഷൂട്ടിങ് 12 hours അല്ലേ? ഷൂട്ട് 4 ദിവസം അടുപ്പിച്ച് ഷൂട്ട്, പിന്നെ ബ്രേക്ക്. അങ്ങനെ. ശരി താങ്ക് യു ഏട്ടാ. എന്താ? എന്റെ പേര് വിപിൻ. വിപിൻ നിങ്ങളുടെ പേര് ഞാൻ മറന്നു. ആണോ? സാരമില്ല, കുഴപ്പമില്ല. ചില സമയത്ത് പറഞ്ഞു. രമേശ്. ശരി, എന്നെ ആരോ വിഴുങ്ങിയടി. എന്റെ പേര് രമേശ് എന്നും പറഞ്ഞോണ്ട് പോയേക്കാണ്. നീ മീരാനന്ദനാണെന്ന് ഞാൻ പറഞ്ഞ അല്ലാന്ന് പറഞ്ഞു. ഇനി അത് വെച്ച് പിടിച്ചതാണോ? വ്യത്യസ്തമായ എൻകൗണ്ടറുകളാണ് സുഹൃത്തുക്കളെ നമ്മൾ ഓരോ ദിവസവും. അതെ വിവിൻ ബ്രോ, ഹായ്, നൈസ് ടു മീറ്റ് യു. അപ്പൊ ഇതാണല്ലേ കബാബ് കട. മോനെ അത് കണ്ടിട്ട് തന്നെ കൊതിയാവണം കേട്ടോ. നല്ല ചുമന്നിരിക്കണം. സനുബ്രോയും കൂടെ എത്തിയാലേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. എന്താടി കാശ്മീരി ഭാഷയിൽ കാശ്മീരി തള്ളക്കുള്ളി എങ്ങനെയാണെന്ന് അറിയാമോ എനിക്ക്? ഇപ്പൊ കേക്കാം. ഇപ്പൊ എന്താണോ ആ അപ്പൂപ്പൻ പറയാൻ പോകുന്നത് അതാണ് കാശ്മീരി തള്ളക്കുള്ളി. ഇതാണ് ഗൈസ് നമ്മുടെ കാശ്മീരിലെ അപ്പൂപ്പനാണിത്. ഈ അപ്പൂപ്പനാണ് ഈ കട നടത്തുന്നത്. ഞാൻ റീല് കണ്ട പരിചയമുള്ളൂ, എനിക്ക് അല്ലാതെ പരിചയമില്ല. ഇതാണ് കടയുടെ പേര് കേട്ടോ, വസ്വാൻ കാശ്മീരി കബാബ് സെന്റർ. പുള്ളിക്കാരൻ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. എന്തായാലും സനുബ്രോ വരട്ടെ, വന്നിട്ട് നമുക്ക് കയറാം. അതുവരെ ഇവിടെ നിന്ന് മണം അടിച്ച് കൊതിവിടാം. നേരത്തെ കണ്ട പുള്ളി ഇപ്പൊ എന്റെ അടുത്ത് വന്നൊരു 10 രൂപ ചോദിച്ചിട്ട്. സനുബ്രോ മീറ്റ് രമേശ്. ഞാനാണ് രമേശ്. ഇത് മീരാനന്ദൻ. അത് ഒരു ചേട്ടൻ വന്ന് പേരൊക്കെ ചോദിച്ചു. രമേശ്. സനുബ്രോ എന്താണ് കാശ്മീരി ഫുഡിനെ കുറിച്ച് സനുബ്രോയ്ക്ക് പറയാനുള്ളത്? ഞാൻ കാശ്മീരിൽ പോലും പോയിട്ടില്ല, പക്ഷേ ഞങ്ങള് കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള ഞാൻ കണ്ടു. സനുബ്രോയ്ക്ക് ആരാണ് ഈ റീൽ അയച്ചു തന്നത്? മുൻപേ കണ്ടിട്ടുള്ളത് ആണോ? അപ്പൊ ഞാൻ അയച്ചെന്നറിയില്ല. നീ വെറുതെ നീ അറിഞ്ഞപ്പോ അയച്ചു തന്നത്. എവിടെ അറിയുന്നത് വളരെ ലേറ്റാണ്.
അല്ലല്ലോ അയക്കുമ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് പോവാം. ഞാനും ബിക്കോസ് മൈൻഡിൽ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഫ്രൈഡ് റൈസ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരു മാസമായി പറ്റിച്ച് വെച്ചേക്ക്. ഫ്രൈഡ് റൈസ് വ്ളോഗ്. ഓ ഏത് ഫ്രൈഡ് റൈസറാ? ഫ്രൈഡ് റൈസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ തപ്പിയെടുക്കും ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫ്രൈഡ് റൈസ്. വീട്ടില്ല എടി നീ മറ്റേതുണ്ടായിക്കൊണ്ടിരിക്കുക അമ്പൂർ ബിരിയാണി. എന്തിന് ആമ്പൂർ? അങ്ങനെയാണല്ലേ? അമ്പൂർ എന്നല്ലായിരുന്നു, ആമ്പൂർ. ആമ്പൂർ. ആമ്പൂർ അന്ന് നീ പക്ഷെ അമ്പൂർ എന്നല്ലേ പറഞ്ഞു തന്നത്. ഓർഡർ ചെയ്താ ആ വലിയ പ്ലേറ്റ് ഒക്കെ ഇവിടെ ഉണ്ടോ? അതിവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് മിക്കവാറും പടത്തിന് വേണ്ടി വെച്ചേക്കണതായിരിക്കും. അങ്കിൾ ജി എടി നിങ്ങൾ സംസാരിച്ചു നോക്കിയടി. അങ്കിൾ ജി ഇന്റർവ്യൂ ഞാൻ ചോദിക്കാനാണ്. ചോദിക്കും, ഹിന്ദിയിൽ സംസാരിക്കും. ചോദിക്കട്ടെ. പേസടി. ആദ്മീന്നോ? എവള് ആദ്മീന്നൊക്കെ വിളിക്കാൻ പോണ്. മനുഷ്യാന്ന് ആദ്മീന്ന്. മനുഷ്യൻ എന്താണ് വിളിക്കുന്നത്? നിനക്കല്ലേ ഹിന്ദി അങ്കിൾ വിളി. ഓർഡർ. നല്ല നല്ല ഹിന്ദി. കാര്യം മനസ്സിലായ? എല്ലാരും ഹിന്ദിക്കാരാണ്. മറ്റേ ഡൽഹിയിലൊരു ടാക്സിക്കാരനോട് ഫോൺസാ പച്ചാന്ന് ചോദിച്ചതാ. ഫോൺസാ വെച്ചെന്നാ? അയാള് പിള്ളേരുടെ കാര്യമൊക്കെ പറയും. പിള്ളേരാണ് അപ്പൊ ഫോൺസാ പച്ച. ഓഹോ ചൂടല്ലോ. അവിടെ സീറ്റ് ഉണ്ടോടാ? സീറ്റ് ഇല്ലടാ. ഗൈസ് ഞങ്ങൾ ഇവിടെ ഉള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഓർഡർ ചെയ്യട്ടെ. ഗുസ്താവ, ചിക്കൻ ഷമ്മി കബാബ്, അങ്ങനെയുള്ള ഐറ്റംസ്. സനിബ്രോ എല്ലാം ഓരോ പ്ലേറ്റ് വീതം വരട്ടെ. അതാണ് അതിന്റെ ഒരു റൂട്ട് അല്ലേ? അല്ലേ കണ്ണം ബ്രോ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതല്ലേ? ഓ ഓരോ പ്ലേറ്റ്. പൊറോട്ടയൊക്കെ ഉണ്ടല്ലോ, പക്ഷെ പൊറോട്ട എന്നാണ് എഴുതിയേക്കണത്. പൊറോട്ട. ചപ്പാത്തി വേണോ പൊറോട്ട വേണോ? നിനക്ക് പൊറോട്ട. നിനക്കാ കപ്പാത്തി. കപ്പാത്തി. നിനക്ക് എന്തൊരു വേണോടാ? ഇതാണ് ഇതിന്റെ പേര്. കാശ്മീരി കബാബ് സെന്റർ. സനി ബ്രോ, ഇന്നലത്തെ മെക്സിക്കൻ ഫുഡിന്റെ എഫക്ട് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്രയും കഴിയൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എന്റെ ബാക്കി ഹാൻഡിൽ ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ. ഇന്നലത്തെ മെക്സിക്കൻ ഫുഡ് കുറച്ച് സ്പൈസി ആയിരുന്നു. അതൊക്കെ നമ്മൾ പേഴ്സണൽ ആയിട്ട് കഴിക്കും. അതൊന്നും അല്ല, ആൾക്കാർ അറിഞ്ഞിരിക്കട്ടെ, കഴിക്കാൻ പോകുന്നവർ. ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്റെ ബാക്കി ഹാൻഡിലും കൊണ്ട് സനി ബ്രോ. ആ എടാ അങ്ങനെ എരിഞ്ഞില്ലടാ. പക്ഷേ രാവിലെ ഇല്ലായിരുന്നു. ആ കാലിൽ ഒരു ഹോട്ട് സോസ് ഞാൻ അറിഞ്ഞു. അതെ, രാവിലെയാണ് ഞാൻ അറിഞ്ഞത്. ഇന്നലെ നോർമലി കഴിക്കണ ഫുഡ്. രാത്രി വേറൊന്നും കഴിച്ചില്ല. സനി ബ്രോയ്ക്ക് ഒന്നും ഫീൽ ചെയ്തില്ല? ഒന്നുമേ തോന്നിയില്ല. ഇരുമ്പ് കുണ്ടിന്നൊക്കെ. അതൊക്കെ ഡൈജസ്റ്റൻ സിസ്റ്റം ആണ്, കുണ്ടിയിലല്ല കാര്യം. ഓർഡർ ചെയ്തല്ലോ നമുക്ക് കഴിക്കാൻ. അതെ സുഹൃത്തുക്കളെ, ഫുഡ് വരട്ടെ. സുഹൃത്തുക്കളെ എന്തൊക്കെയോ എത്തി. ഇത് എന്തൊക്കെയായിരുന്നു അടിയത് സനിബ്രോ? എന്തൊക്കെയായിരുന്നു? അതാണ്ടി മറ്റേ ഇത് ഷമ്മി കബാബ്. ഇത് ചിക്കനും ഒരെണ്ണം ബീഫും ആണ്. അത് ചിക്കനാണ്. ചിക്കനായിരിക്കും കളർ കണ്ടിട്ട് നല്ല. നോക്കിയത് കൊള്ളാവോ? ഹായ്, രക്തപ്രസാദം ഉള്ള മുഖം. അനന്ത നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയാ? ഇഷ്ടപ്പെടും. ഓംലെറ്റിന്റെ മുഴുവൻ കഴിക്കും. കൊള്ളാം. നല്ല ചെമ്മീൻ വട. ചെമ്മീൻ വടയോ? നല്ല ടേസ്റ്റ്. ഇത് വേറൊരു, ഇത് ബീഫാണെന്ന് തോന്നുന്നു. നല്ല സോഫ്റ്റ് സാധനം കേട്ടോ. എങ്ങനെയുണ്ട്? കടല, ചിക്കൻ എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട്? പരിപ്പോടെ ഓംലെറ്റ് വന്നു. കൊള്ളാം മക്കളെ, ഇത് കൊള്ളാം ഗൈസ്, കൊള്ളാം. അടുത്തതായിട്ട് ഇത് കബാബ് അല്ലേ? ഇതെന്താ? ഇത് കബാബ് അല്ലേ? ടിക്ക. ഇത് ചിക്കൻ ടിക്കയാണ് ഗൈസ്. ബീഫാണോ? അയ്യോ ഒരു ശരു, ഇത് കഴിച്ചു നോക്കിയത് ബീഫാണ്. കിണ്ണൻ ടേസ്റ്റ് അല്ലേ? സൂപ്പർ ടേസ്റ്റ് അല്ലേ? സൂപ്പർ സാധനം അല്ലേ? ഏത് കഴിച്ച മക്കളെ ഇപ്പം? അതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇതെടുത്ത് കഴിച്ചു നോക്കിയാണെങ്കിൽ സൂപ്പർ സാധനം. അത്
കിണ്ണൻ ടേസ്റ്റ്. ഇത് ഫിഷാണ്. ഓ ഇത് ഫിഷാണ്. നല്ല ചുമല കളർ കേട്ടാ. അത് ഫിഷാണ്. നീ കഴിച്ചത് ബീഫായിരുന്നു. ബീഫ് സൂപ്പർ. ഫിഷും കൊള്ളാം ഗൈസ്, പക്ഷെ ബീഫ് വേറെ ലെവല്. ഇത് ഫിഷാടാ. ഇത് ചിക്കനാണെന്ന് തോന്നാട്ടാ. ചിക്കനോട് കഴിച്ചു നോക്കാം. പച്ച ചട്നിയിൽ മുക്കിയിട്ട്. ഇതാണ് ഗുസ്താവ, അതാണ് ലിസ്ത. ഇതാണ് ഗുസ്താവ. ഇതെന്താണ് ഗുസ്താവ? ഇതെന്താണ് സാധനം ബ്രോ? ഇത് മലായി ആണോ? കൊള്ളാം. പക്ഷേ അതെന്തായാലും കബാബല്ലേ സാധനം ബ്രോ? കബാബിന്റെ തൊട്ട് താണു തന്നെ ഇരിക്കണ കൈ. അല്ല കബാബല്ല, ടിക്കയുടേത്. ഏത് റിസ്ത? ചൂടുണ്ടായിരുന്നോ? കൊള്ളാവോ? ബ്രോത്ത് അടിപൊളി. ഏത് ഈ ബ്രോത്ത് ഇല്ലേ, ഇതെനിക്ക് തോന്നുന്നു മീറ്റൊക്കെ മറ്റേ ബോയിൽ ചെയ്തുണ്ടാകുന്ന പോലത്തെ ആയിരിക്കും അല്ലേ? സൂപ്പ് പോലത്തെ. ഇത് സൂപ്പർ അല്ലേ? അതുകൊള്ളാണ്. നല്ല മീറ്റിന്റെ ടെക്സ്ചറൊക്കെ നൈസ്. കബാബ് അഫ്ഗാനി പോലത്തെ. ഇത് കബാബാണ്. ഉപ്പം തന്നെ കൊണ്ടിട്ട് പോയി. ഇങ്ങനെ ഉണ്ടടി കബാബ്. മലായിയാണ്. അതെങ്ങനെ ഉണ്ടടാ? ചിക്കൻ കറി ടേസ്റ്റ്. നീ അത് ഇഷ്ടപ്പെട്ടു? ഹിന്ദി ഫുഡൊക്കെ ഇരുന്ന് കഴിക്കണമെങ്കിൽ എനിക്കിങ്ങനെ പ്രൗഡ് തോന്നണം. അത് നമ്മൾ പറയണതിന് കാരണം അനന്തു പൊതുവെ ഓപ്റ്റ് ചെയ്യുന്നത് നാടൻ ഫുഡുകളാണ് അല്ലേടാ? ഇഷ്ടപ്പെട്ടല്ലേ? കൊക്കോക്ക് പോയപ്പോ ഞാൻ റെഡി ടു ഈറ്റ് സാധനങ്ങളും കൊണ്ടാ പോയത്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. എങ്ങനെ ഉണ്ടായിരുന്നടി? പൊള്ളിയാ? ഇതെങ്ങനെയുണ്ടടി? ഇത് കൊള്ളാവോ? ഇത് ഞാൻ കഴിച്ചില്ല കേട്ടാ. ഇത് കഴിച്ചോട്ടെ. ഓക്കെ, ഇതാണ് സാധനം. ഓ ആ ബ്രോത്തിലാണ് അതിന്റെ റിച്ച്നെസ് ഇരിക്കുന്നത് കേട്ടാ. ഇതെങ്ങനെയുണ്ട് സാധനം ബ്രോ? റിബോ? ഇത് എങ്ങനെ എടുക്കുക സാധനം ബ്രോ? കടി അടിക്കട്ടാ. നല്ല കട്ടിയുണ്ട് കേട്ടോ. അത് കട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല ഓവർ കുക്ക്ഡാ. കുറച്ചുകൂടി ജ്യൂസി ആണ്, നൈസാണ്. വെൽഡൺ അല്ലേ? വെൽഡൺ മൈ ബോയ് ആണ്. ഒരു ഫ്ലേവർ ജസ്റ്റ് റോ മീറ്റിന്റെ പക്ക മീറ്റാണ്. ഒരു ഫ്ലേവർ, വേറെ ഒരു മസാല ഒന്നുമില്ല. പക്ക അതിന്റെ ടേസ്റ്റ് കിട്ടും. തൊണ്ടയും താഴോട്ട് ഇറങ്ങാനില്ല. ഒരു ചവച്ചോ. ഗൈസ് ഇത് കുറച്ച് ഹാർഡാണ്. ഇതാണ് കബാബ് അല്ലേ ബ്രോ? സവാളയോടെ തന്നെ നല്ല ടേസ്റ്റ്. ചിലപ്പോ കാണും പറഞ്ഞു. സാലഡ് ഇത്രയും നേരം കഴിച്ചാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കബാബ്. മറ്റേ ടിക്ക, മറ്റേ ആദ്യത്തെ അതായിരുന്ന എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. മറ്റേ ടിക്കല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചപ്പാത്തി, പൊറോട്ട വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. ഇതും കൂടെ ടേസ്റ്റ് ഈ കബാബ് സാധനം ബ്രോ കുറച്ച് മഞ്ഞ കളർ ചിക്കൻ കബാബ്. ബീഫ് അല്ല, കൊള്ളാം. നല്ലതല്ലേ? മറ്റേല്ലോ നമ്മളാദ്യത്തെ വട. വട അത് വേണം ഒരു പ്ലേറ്റ് കൂടെ പറയായിരുന്നല്ലേ? ഇത് ബീഫ് അല്ലായിരുന്ന? അത് ബീഫ്. ഞാൻ പറഞ്ഞ മറ്റേ ആദ്യത്തെ സാധനമുള്ള ഐസ്. ഇത് കുറച്ച് കരിഞ്ഞിട്ടുണ്ട് പുറത്ത്, പക്ഷേ ഇത് സൂപ്പർ ടേസ്റ്റ് കേസത്. സ്വയംഭ സാധനം അത്. നമ്മുടെ തിക്ക സാധനം ബ്രോ. ഇങ്ങനെയുണ്ട് ഗ്രേവി. പിന്നെ ഒരു ഇതെന്തായിരുന്നു? ചിക്കൻ കറി കൂടെ ഉണ്ട് ഗൈസ്. അത് തിന്നാം. പൂരം വേറെ ഒരു കറി കൂടെ, മിർച്ചി കുറുമയും കൂടെ ഉണ്ട്. ഓ അതൊരു പ്രോപ്പർ നോർത്ത് ഇന്ത്യൻ കറിയുടെ രുചി. നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറി ഗൈസ്. ഇത് കുറച്ച് ചൂയാണ്. നീ കഴിച്ചു നോക്കിയേടി. അതെ, നീ കഴിച്ചു നോക്കും ഒരു കഷ്ണം. ഞാൻ കുറെ നേരം ചവച്ചിട്ടാണ് അത് ഇറങ്ങിയത്. ഇനി നീ കുറച്ചു നേരം ചവയ്ക്ക. ഇല്ലേ റബ്ബറി അല്ലേ ഗൈസ്? ഇവിടെ വന്ന് റിബ് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് റബ്ബറിയാണ്. ഓക്കെ, ഞങ്ങൾ ഇനി ഒരു അറ്റത്ത് നിന്ന് കുറച്ചൊന്ന് ഒതുക്കിയിട്ട് വരാം. തീരണില്ലല്ലേടി? പൊറോട്ട ഒരു ഡിഫറെന്റ് ഇതാണ്ട കണ്ണം ബ്രോ, നല്ല ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്കിയത്
മൊത്തത്തിൽ എടുത്ത് കഴിച്ചോ? നീ കഴിച്ചോടി? അയ്യോ ഇതാ ഇത് കഴിച്ചിട്ട് തന്നെ മതിയല്ലോ. കഴിച്ചോ? കഴിച്ചോ മക്കളെ? അതുപോലെ തന്നെ കഴിച്ചോ? ആ അതെ അതെ, ചേട്ടൻ പറയണ കേൾക്കാൻ തൂ. ജോലേനൊക്കെ തെളിയും കഴിച്ചു അല്ലേ? ജോലേനൊക്കെ തെളിയും പക്ഷെ ബീഫ് കറിയാണ് അത്. ഞാൻ 2 ദിവസം ചവച്ചിട്ടാണ് അത് ഇറങ്ങിയത്. അത് ബീഫ് കറിയല്ലേ? അത് ഇല്ലേ, റബ്ബറി അല്ലേ അത്? അതായിരുന്നു ഇത്. എൻകിട്ടിയ മൊത്തം ബീഫാണല്ലോ. ചവച്ചോ മക്കളെ, ചവച്ചോ. ഓക്കെ, ഞങ്ങളിനി കഴിക്കട്ടെ. ഓ, ഒരു റൗണ്ട് കഴിഞ്ഞു ഗൈസ്. എങ്ങനെയുണ്ടോ മക്കളെ? ഇഷ്ടപ്പെട്ടാ? അനന്തു എന്താടാ അത്? ക്യൂട്ട് ഡോഗ് വീഡിയോസ് അത്. നിന്നേടി, പക്ഷെ നിന്നെ അവൻ മെൻഷൻ ചെയ്യണൊക്കെ കറക്റ്റ് സാധനങ്ങളിലാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എടാ ഇടയ്ക്ക് നീ മറ്റേ മതിലയാടി കൂരയ്ക്ക് മേളിൽ കയറി ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണ്. അതെ ഗൈസ്, നമ്മളെല്ലാം ഒരു റൗണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് റീഓർഡർ ചെയ്യാൻ തോന്നിയ സാധനം അതെ, ഈ ഷമ്മി കബാബ്, പിന്നെ ഈ ബീഫിന്റെ ഈ തിക്കയായിരുന്നു. ഈ ബീഫിന്റെ കറിയും സൂപ്പർ. സനു ബ്രോ എങ്ങനെയുണ്ടോ ഓവറോള്? അല്ലേ? കാരണം ഗൈസ് നല്ല ഭയങ്കര റീസണബിൾ ആണ്. നമ്മൾ സാധാരണ കഴിക്കുന്നത്, നമ്മൾ ഫുഡ് റിവ്യൂവിന് ഇടുന്ന സാധനങ്ങളൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ ഇത് ഭയങ്കര അഫോർഡബിൾ സാധനമാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും നോർമലി കഴിക്കണ എമൗണ്ട് കഴിക്കാൻ പറ്റും. ഇതിന്റെ റേറ്റിംഗ് കുറവാണെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചു വന്ന ഒരാൾ എന്റെ കൂടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് നോക്കിയത് എത്ര അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഞാൻ ഒന്ന് മടിച്ച്, റോഡ് സൈഡ് ആയിട്ടല്ലേ, കുഴപ്പമില്ല കേട്ടോ. വന്ന് കഴിച്ചപ്പം വലിയ ഹോംലി ടേസ്റ്റ് ആണ് മൊത്തം. അതെ, ഒരു കാശ്മീരി ഹോമിലെ ടേസ്റ്റ്. കാശ്മീരി പോയി ഹോമിൽ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല, ഒരു ഹോംലി ടേസ്റ്റ് ഉണ്ട്. പിന്നെ കഴിച്ചുണ്ട് ഇപ്പൊ നമ്മള് കാവ. ഇതാണ് കാശ്മീരി കാവ. കാശ്മീരിലെ ചായയാണ് കട്ടൻ. ആ ബദാം, സാഫ്രോണ്ടൊക്കെ ഒരു മണം ഉണ്ടടി ഇല്ലേ? കൊള്ളാം കേട്ടാ. ചായയും കബാബും അല്ല, കബാബല്ലല്ലോ തിക്കയും. പ്രാവശ്യം തിക്കൊക്കെ അല്ലേ? എല്ലാം ഫ്രഷ് ആയിട്ട് കാശ്മീരിൽ അങ്കിൾ ചെയ്ത് ഉണ്ടായി തന്നെയാണ്. കൊള്ളാം, നല്ല ഫുഡ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടപ്പെട്ടു. ഭയങ്കര റിഫ്രഷിങ്. കഴിച്ചതിന് ശേഷം കുടിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ്. നൈസ്. ഓക്കെ, ഇനി കഴിച്ചെടുത്തിട്ട് വരാം. अंकल जी नमस्ते, आपका नाम? मेरा नाम है अंकल। अंकल? अपने अंकल जी बोलो, आपका नाम तो अंकल ही मेरा। अच्छा जी। कहाँ से हो आप? कश्मीर। कश्मीर में? श्रीनगर। श्रीनगर से हो? कितने साल से हो यहाँ पर? तब तो पैदा भी नहीं हुई होंगे। तब से केरला में हो? केरला तो आता जाता हूँ 84 से। 84 से आता जाता? ओ 84 മുതല് 84 से यहाँ आ रहा हूँ। अच्छा जी। उसके पैदा भी नहीं, मेरे बाप की शादी नहीं സത്യം അച്ഛൻ കല്യാണങ്ങളിലും കഴിച്ചിട്ടില്ല. എന്നെ കുറിച്ചുള്ള പ്ലാനിങ് പോലും ഒന്നും നടന്നിട്ടില്ല സുഹൃത്തുക്കളെ. इस लाइन में, रेस्टोरेंट लाइन में अभी 5 साल से। अच्छा, रेस्टोरेंट लाइन में आप 5 साल से हो? हैंडीक्राफ्ट लाइन में मैं पहले से। हैंडीक्राफ्ट लाइन में? ओ अच्छा, आप हैंडीक्राफ्ट बेचते थे? पहले हम हैंडीक्राफ्ट बेचते थे। अच्छा 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 अच्छा, तो हैंडीक्राफ्ट बेचने के लिए केरला आता था? तो केरला क्यों आया आप? ये कोई सवाल नहीं है। मतलब केरला क्यों चुना आपने? आपने देखा होगा कि कश्मीरी दुनिया में हर किसी जगह पर है। एक कश्मीरी है और बिजनेस सिलसिले में कोई लेबर क्लास में नहीं पाओगे आप। अच्छा, बिजनेस क्लास में कश्मीर में आकर जहन्नम में भी बिजनेस मिलेगा ना, वहाँ भी कश्मीरी होगा पहले। अच्छा, फोर्ट कोची में भी है ना बहुत हैंडीक्राफ्ट बेचने वाला। वहाँ पर हाँ, सप्लाई था। अच्छा पहले आप वहाँ थे फोर्ट कोची में? अच्छा, तो आपको केरला अच्छा लगता है? ये भी पहले कहने की बात है। മുതലേ ഇവിടെ ഉണ്ട്. अरे कहने की बात है क्या? सही कह रहे हैं. ഫാമിലി ഇधर है पूरा. पूरा फैमिली, पूरा फैमिली यहाँ पर सेटल्ड है? पूरा फैमिली यहाँ पर। अच्छा, कौन कौन है घर पर? मेरा बेटा है, मेरी बहू है, मेरी बीवी है, बच्चे भी आते जाते हैं। अच्छा, तो सेटल्ड हो गया आप केरला में. बहुत अच्छा खाना था, बहुत अच्छा लगा हमें. थैंक यू। कोशिश करते हैं हम कि अच्छा खाना दे दे और किसी मतलब मिक्सचर के बगैर, यानी कोई केमिकल टेस्ट के बगैर अच्छा अच्छा, हाँ जो भी देते हैं वो बिल्कुल घर का खाना देते हैं। हाँ, इन्होंने बोला भी था बिल्कुल घर के खाना जैसे टेस्ट आ रहा हमारा कोई भी मिक्सचर मतलब होता है अजीनामोटो डाल के टेस्ट बढ़ा होता है है. नहीं, अपने हाथ की सफाई से और प्यार बढ़ा के। बस बहुत बहुत खुश. बिरयानी मिस हो गया आज. हाँ, नेक्स्ट टाइम आकर आपका बिरयानी भी ट्राई करूँगा. मोस्ट वेलकम। थोड़ा अर्ली में, हाँ हाँ हाँ. कितने बजे तक मिलता है बिरयानी? 6 बजे हम आता है कि हमारे यहाँ पर पहले बिरयानी की लाइन लगी हुई है। अच्छा, मतलब शाम को 6 बजे खुलता है? 6:30 बजे खुलता है। 6:30 दिन में बजे बिरयानी कंटिन्यू होती अच्छा, दिन में बिरयानी है। होता है. कंटिन्यू 12:30 1 बजे से बिरयानी कंटिन्यू होती है। अच्छा अच्छा अच्छा. 3 टाइम।
अच्छा चलो बहुत बहुत खुशी हुआ यहाँ पर खाकर थैंक यू फॉर द गुड फूड थैंक यू फॉर थैंक यू ये सब मतलब कश्मीर से हो या नहीं, ये साथ हमारा है। एक ये कश्मीर का है, एक बिहार का है, एक वेस्ट बंगाल का है। वेस्ट बंगाल का है अच्छा अच्छा और अच्छा घर में भी जो हमारे कुक है वो 2 कश्मीर से है, 3 वेस्ट बंगाल के लेडीज है। अच्छा जी ये एक पूरा मतलब फैमिली बना रखा है फैमिली बना आपने रखा है। ये एक चलो आदमी का नहीं काम है, हाँ जी एक चलो आदमी से नहीं चलेगा। चलो बहुत बढ़िया आपसे मिलकर थैंक यू ഫോർ ദ ഫുഡ് രണ്ട് ഹിന്ദിയിൽ പേസടി എനിക്ക് കേട്ടതൊക്കെ മനസ്സിലായി പക്ഷെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല हेलो ब्रो गुड फूड थैंक यू फॉर द फूड अगली बार बिरयानी खिलाना ठीक है ബൈ ബൈ നമുക്ക് ഇറങ്ങിയാലാടി അയ്യോ പൈസ കൊടുത്തില്ല അതായിരുന്നു ഗൈസ് ഇതാണ് നമ്മൾ കഴിച്ചതിൻ്റെ ഇത് അപ്പോൾ ശരി ബ്രോ ഗൈസ് നമ്മൾ 6 പേര് വയറ് വീർക്ക കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും 1570 ആ പക്ഷെ വയറ് വീറ് കഴിച്ച് നല്ല ഫുഡല്ലായിരുന്നു അടി നല്ല ഒരു യുണീക്ക് ഫൈൻഡ് നമ്മൾ കണ്ടുപിടിച്ച് ഗൈസ് കൊള്ളാം ഇനി ഇടയ്ക്കൊക്കെ വരാം ബിരിയാണി കഴിക്കാൻ പറ്റില്ല ഒരു ദിവസം വന്ന് ബിരിയാണി കഴിക്കാം ഞാൻ ബെസ്റ്റായിട്ട് വരുന്നതാണ് ഓ ഞങ്ങൾക്ക് വണ്ടി ഉണ്ടല്ലോ അതെ അതെ ഞാൻ ഷൂട്ടിന് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബിരിയാണി തിന്നാലോ അവളും പറയാനുണ്ട് അമ്മൂനെ മിസ് ചെയ്യുന്നെന്ന് ഞങ്ങള് ഇങ്ങനെ അയച്ചു തരും ആഹാ. അയച്ച് ഇങ്ങനെ റീലൊക്കെ കിട്ടുമ്പോ ഫുഡ് സ്പോട്ടൊക്കെ അയക്കും ഓഹോ ഇതുണ്ടോ ഓഹോ ഇതൊക്കെയാണ് പരിപാടി ആണല്ലേ സനുബ്രോ ഒരു കുറെ ഫുഡുകളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ. അതെ അതെ എന്താടി സനുബ്രക്ക് വെല്ലുവിളിയാണ് വന്നത് എനിക്ക് വർഷം അയച്ചു തന്നതാണ് ഇതെന്താടി ഇത് ആ, ഇത് ഞാൻ പോകുന്നതാണ്. ഇതെന്താടി ഇത് എന്റെ പൊന്നു, ചിക്കൻ എന്റെ വീഡിയോ വെക്കുന്നതാ? കാണിച്ചു തരാവേ. സനുബ്രോ ഈ പൊളിയാണ്. ഹുസൈൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അവനെ. ആണോ സനുബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ അടിപൊളി. നൈസ് അല്ലേ കണ്ണം ബ്രോ അമ്മു സൂപ്പർ സനുബ്രാണ് തല്ലാനാണോ എടാ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റ് അല്ലേ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നോർമൽ ടേസ്റ്റ് ബഡ്സ് ഉള്ള മലയാളികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാനാണ് സാധ്യത. സുഹൃത്തുക്കളെ ട്രൈ ചെയ്യണമെങ്കിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. ഇതിന്റെ ലാൻഡ്മാർക്ക് എന്തിനു പറഞ്ഞു കൊടുക്കൂടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സൈഡില് കാശ്മീരി കബാബ്സ് സെന്റർ അങ്ങനെ അടിച്ചാൽ മതി വരും. ഓക്കെ കേസ് അപ്പോ സുലാൻ വാസ്വാൻ അതെ ആ ഇതൊന്ന് അടിക്കോടി. കാണിച്ചു തരാം. Call me. അപ്പോ അടുത്ത കോൾ മീ ഫ്ലാഷ് എന്റെ ഫോണിൽ നിന്ന് അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ലവ് യു ബൈ ബൈ. ടാറ്റ ഓർഡറായിരുന്നു അനുഭവം ടാറ്റ ഞാൻ ഇങ്ങനെ ഒരു സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. ബൈ ബൈ ഗൈസ്.